വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടിട്ട് മമ്മിക്ക് വയ്യാത്ത കാരണം അങ്ങനെ നീണ്ടു പോകായിരുന്നു. പിന്നെ പിള്ളേരെ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഡിവൈൻ്റെ കളി 2 പിള്ളേരാണ്. പാച്ചുവിനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എത്ര നേരം അവരിയ്ക്കുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് മമ്മി ഒന്ന് കുറച്ച് ഉഷാറായ സമയം കൊണ്ട് വേഗം വേണ്ടി എടുക്കാണ്. കുറേ ദിവസമായി. എനിക്കറിയാം, എന്നോട് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാണാത്ത, പിന്നെ അവർക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എനർജി കുറവൊക്കെ ഞങ്ങൾ 3 പേരിലും കാണും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ക്യാമറയുടെ ബാക്കിലേക്കും പോയിന്ന് വരും കേട്ടോ. കാരണം പാച്ചു എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ Q&A വിത്ത് മം ആൻഡ് ഡാഡ് എന്നുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒരു 60+ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? സൗണ്ട് നോക്കാം. ഹൂ ഗിവ് മോർ ഫ്രീഡം, മോം ഓർ ഡാഡ്? ആരാണ് കൂടുതൽ സ്വാതന്ത്ര്യം? ആരെ വേണ്ട, ഞാൻ പറയണോ? അതാവും നല്ലത്. 2 പേര് സത്യം പറഞ്ഞാൽ അത്ര വലിയ സ്വാതന്ത്ര്യം മീൻസ് 2 തരത്തിൽ പറയാം കേട്ടോ. ഭയങ്കരമായിട്ട് പാമ്പേർഡ് ആയിരുന്നു ചെറുപ്പം മുതലേ. എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിരുന്ന കാരണം ആ സമയത്ത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അത് ഇച്ചിരി ഫ്രീഡം കുറവായിരുന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ഫ്രീഡം തരാമായിരുന്നു. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോവാം, കറങ്ങിയടിച്ച് നടക്കാം, അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് തന്ന ഫ്രീഡത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് 2 പേരും ഈക്വലി ഫ്രീഡം തന്നിരുന്നു. ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഒരാൾ കൂടുതൽ ഒരാൾ കുറവ് അങ്ങനെ പറയാനില്ല. ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളും കോമൺ ആയിരുന്നു ഞങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഒരാൾ കൂടുതൽ ഒരാൾ കുറവ് അങ്ങനെ പറയാനില്ല. പിന്നെ സിറ്റി ലൈഫ് എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടോ? സിറ്റി വിട്ട് വില്ലേജ് പ്ലേസിൽ പോയി ഹൗസ് മേടിച്ച് സ്റ്റേ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? നമ്മളോടാണോ? നമ്മൾ 3 പേരോട്. അങ്ങനെയൊന്നുമില്ല. നമ്മളെ പോയാലും ഞങ്ങൾ 4 പേരുടെ ഒരു ലോകമായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഡിവൈനാണെങ്കിലും ആൻസിഡന്റാണെങ്കിലും ആഡ് ഓൺ ആയി. ബാക്കി പുറത്തുനിന്ന് ഒരാളെ വെച്ച് കമ്പനി ചെയ്യണമെങ്കിൽ അല്ലാണ്ട് ഇപ്പൊ ഡാഡി മമ്മി ആണെങ്കിൽ പോലും ഞങ്ങൾ മക്കളില്ലാണ്ടെങ്കിലും വരെയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 6 പേര് എവിടെയാണ്, അല്ലെങ്കിൽ ഞങ്ങള് അപ്പനും അമ്മയും മക്കളും എവിടെയാണ് അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് സിറ്റി അതെ അല്ല അതാ ചോദിക്കണ്ടേ, വില്ലേജിൽ പോയി താമസിക്കാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല കേട്ടോ. ആന്റിക്കും അങ്കിളിനും പൊന്നുവിന് ഇനി എന്തു ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞാ മതിയോ? എനിക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, എല്ലാ കുട്ടികളും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പോലത്തെ ഒരു ലൈഫല്ല ഡിംപിളിൻ്റെത്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം കണ്ടറിയാം. ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ലൈഫേ അല്ല ഡിംപിളിൻ്റെത്. ഇപ്പോൾ ഞാൻ പൊന്നു എന്നാ പറയാം, എൻ്റെ വായിൽ ഡിംപിളിന്ന് വരില്ല. അപ്പോൾ പക്ഷെ അതിൽ വിട്ട് എൻ്റെ മനസ്സിൽ എങ്ങനെ ആയിരിക്കണം ഡിംപിളിൻ്റെ ഭാവി എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. അവിടേക്ക് എത്തിക്കണം എന്നുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അതെൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ്. അവിടം വരെ എത്തിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതായത് അവള് ചെറുപ്പത്തിൽ ജീവിച്ച അതേപോലെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ജീവിച്ച അതേപോലെ നമ്മളെന്താ പറയുക, ഭർത്താവും കൊച്ചുമൊക്കെ ഒത്ത് അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ലൈഫ് വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഒരാൾ അവിടെ ഒരാളിവിടെ, കുറച്ച് അങ്ങോട്ട് പോവും കുറച്ച് ഇങ്ങോട്ട് പോവും, അതിൽ നിന്ന് വിട്ട് ഒന്നിച്ചുള്ളൊരു ലൈഫ്, അതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ കണ്ണടയണതിന് മുമ്പ് അവിടേക്ക് കൊണ്ടെത്തിക്കണം എന്നൊരാഗ്രഹം. ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇത്രയും കാലം. 39 വർഷമായി. 39 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഞാനൊരു തവണ 10 ദിവസം ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 10 ദിവസം പോയിട്ട് എനിക്ക് ഞാൻ 5 ദിവസത്തേക്ക് പോയത്. 8 ദിവസം അല്ലാതെ ഭാര്യനെ വിട്ട് നിൽക്കാന്നല്ല, ഒരു അറ്റാച്ച്മെന്റ് ഉള്ള കാരണം. അതുപോലെ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തു തരണം ആഗ്രഹമുണ്ടോ? അതിപ്പോ മുഴുവൻ തുറന്നു പറയില്ല. അപ്പൊ എന്തുണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പാട്ടെ. നമ്മുടെ ജോർദാൻസ് ആണ്. ഇങ്ങനെ ഒരു അപ്പന്റെയും അമ്മയുടെയും മകളായി ജനിച്ചത് ഡിംപിളിന്റെ ഭാഗ്യമാണ്. അതിലും കൂടുതലായി ഒന്നുമില്ല. ഡിയർ ലവ് യു, സ്റ്റേ ബ്ലെസ്ഡ്. അത് ഞാൻ എഗ്രി ചെയ്യും. അതിന് തർക്കമൊന്നുമില്ല കേട്ടോ. ഹായ് ഡിംപിൾ, നിങ്ങളുടെ 3 പേരുടെയും ചാനൽ കാണാറുണ്ട് മുടങ്ങാതെ. ഞാൻ ഇക്കയും മക്കളും പോയി കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴേക്കും മമ്മിയുടെ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണ്. അത് ഞാൻ കാണുമ്പോൾ പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് മമ്മിയെയും ഫാമിലിയും ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു.
ഹായ് ഡിംപിൾ, ഒരുപാട് പേരുകൾ വായിച്ചോ മണി? ഹായ് ഡിംപിൾ, ഒരുപാട് വിഷമഘട്ടങ്ങൾ കടന്നിട്ടാണ് പാച്ചുക്കുട്ടനെ കിട്ടിയത്. ഇപ്പോൾ ദൈവം സഹായിച്ചു പാച്ചു നല്ല മിടുക്കനായി വളരുന്നു. അതിൽ ഡിംപിളും ഫാമിലിയും എടുത്ത എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തെ. അതുപോലെയുള്ള വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഡിംപിളിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നു. ടോക്ക് വിത്ത് ഫുഡ് ബൈ കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് സുലുവാണ് അത്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 4 പേർക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങൾ 4 പേരും എഫക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഡോൺചാൻ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും അത് എന്നെയും വല്ലാതെ എഫക്ട് ചെയ്തിരുന്നു, ഡാഡിയും മമ്മിയും എഫക്ട് ചെയ്തു. ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു വിഷമം വന്നാൽ ഞങ്ങൾ 4 പേരും ഒരേപോലെ ബാധിക്കുന്ന ഒരു കൂട്ടത്തില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ മാത്രമാവില്ല അനുഭവിക്കുക, അത് എല്ലാവരും പങ്കിടും. അതെ, അത് പക്ഷെ നമ്മളത് പർപ്പസ്ഫുള്ളി അങ്ങനെ ഇങ്ങനെ ആവണം എന്ന് വെച്ച് ചെയ്യണതല്ല. അത് കുഞ്ഞിലേ മുതൽ വന്നിട്ടുള്ള ബോണ്ടിങ് അങ്ങനെയാണ്. അത് പക്ഷെ അത് എങ്ങനെ മറ്റൊരു ഫാമിലി അത് എന്താ കണ്ടുപഠിക്കണമെന്ന് എനിക്കറിയില്ല. ചില വീട്ടുകളിൽ അങ്ങനെ ഇല്ല, അതാണ് ചോദിക്കാൻ കാരണം. നമ്മൾ പണ്ട് മുതലേ, എൻ്റെ ഓർമ്മ വെക്കുന്ന കാലം മുതലേ വീട്ടിൽ എന്തൊരു നിസ്സാര കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ 4 പേരും ഇരുന്നിട്ടാണ് ഡിസ്കസ് ചെയ്ത്, എന്ത് പ്രശ്നമാണെങ്കിലും നല്ലതാണെങ്കിലും സന്തോഷമാണെങ്കിലും പൊട്ടയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വഴക്കാണെങ്കിൽ പോലും ഞങ്ങൾ മക്കളെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാറ്. പല വീട്ടിലുള്ള കാര്യം 4 പേർക്കും അറിയാം എന്താണെങ്കിലും. ചില വീട്ടിലെച്ചാല് ഒരു കാര്യം അപ്പനമ്മയ്ക്ക് അറിയാം, വേറെ ആർക്കും അറിയില്ല. ഇവിടെ അങ്ങനെയില്ല, ഞങ്ങൾ 4 പേരും എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ മുഖം മാറിയാൽ പോലും അടുത്ത ആൾക്കത് മനസ്സിലാവും, പറയ പോലും വേണ്ട. അപ്പൊ അത് കുഞ്ഞിലേ മുതൽ അങ്ങനെയാണ്. അത് മറ്റൊരു ഫാമിലി അത് എങ്ങനെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അതെങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് സംഭവം എങ്ങനെയാന്ന് വെച്ചാല് എൻ്റെ ചെറുപ്പം അങ്ങനെയായിരുന്നു. ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും 3 മക്കളും അപ്പനമ്മ, അപ്പച്ചൻ്റെ അപ്പനമ്മയും. അപ്പം നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ തൊട്ട് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ പോണ വരെ വർത്താനം മാത്രം, വിശേഷങ്ങൾ, എല്ലാവരുടെയും വിശേഷങ്ങൾ പരസ്പരം പറയും. അതുപോലെ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഒരു വട്ടമേശ സമ്മേളനം, അങ്ങനെ തന്നെ പറയാം, വട്ടമേശ സമ്മേളനം എന്ന് തന്നെയാണ് പറയാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കാതിരിക്കുമ്പോൾ കുറേ അന്ന് ഈ ഫോണും ടി വി മൊബൈൽ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ശീലം എന്നിലേക്കും വന്നു. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ എന്ത് ചെറിയ നല്ലതായാലും പൊട്ടയായാലും സങ്കടമായാലും സന്തോഷമായാലും വിഡ്ഢിത്തങ്ങളാണ് അധികം പറയുക. അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ 4 പേരിൽ ഇപ്പം ഡിവൈൻ വന്നു, ആൻസൺ വന്നു, ഞങ്ങളെല്ലാവരും അറിയാം. ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അടുത്ത ആൾ കൗണ്ടർ ഇടും. അങ്ങനെ ആ ഒരു ഇതാണ്. അത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് എത്ര സങ്കടം വന്നാലും എത്ര സന്തോഷം വന്നാലും നമ്മളത് മക്കളായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കണം. അല്ലാണ്ട് അവരത് അറിയരുത്, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ട് എന്തിനാ, അങ്ങനെയുള്ള ഒരു സംഭവം പാടില്ല. നമ്മളെല്ലാ സാഹചര്യവും നമ്മളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ കൂടെ കൊണ്ട് ജീവിക്കാനായിട്ട്. അതെ അതെ അതെ, അതാണ് വേണ്ടത്. അടുത്തത് FR ക്രിയേഷൻ. ഡിംപിളിന് നിന്റെ നെയിം ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര്. അതുപോലെ നിന്റെ മമ്മിയും ഡാഡിയും നിങ്ങളെ നോക്കിയതുപോലെ മോനെ നോക്കാൻ സാധിക്കുന്നുണ്ടോ? കല്യാണം കഴിപ്പിച്ചതിന് ശേഷം പാരൻസിൽ നിന്നും സ്നേഹം കുറഞ്ഞതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? മമ്മി ഡാഡി എന്നെ നോക്കിയ പോലെ എനിക്ക് പാച്ചുവിനെ നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ അത്രയും ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പാരൻസിന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലെല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ്. കാരണം ഇപ്പം എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മെമ്മറീസ് ഉണ്ട്. ഡാഡിയും മമ്മിയും ഞങ്ങളുടെ ഒന്നിച്ചുള്ള ഒരുപാട് പറഞ്ഞ് തീരില്ല, അത്ര അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പാച്ചുവിനെ ഓരോ കാര്യങ്ങളും ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർ ഇട്ട എഫേർട്ട് എത്രത്തോളം ആണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കൂടുതലും പാച്ചുവിൻ്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഇപ്പം ഞാൻ നേരിട്ട് ഞാൻ മാത്രം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. പാൻസർ ഇപ്പോൾ കൂടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുമ്പോൾ ഞാൻ തിരിച്ചറിയാം, ദൈവമേ മമ്മീൻ്റെ ഡാഡിക്കൊക്കെ എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കും ഞങ്ങളെ ഇത്രയും ബ്രിങ്ങപ്പ് ചെയ്തെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് എന്താ പറയാ, നമ്മൾ ഇവരെ വെച്ച് നോക്കുമ്പോഴാണല്ലോ നമ്മള് പാരൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുക. അപ്പൊ അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്.
പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് എന്നോടുള്ള ഇഷ്ടം കൂടിയത് ഞാൻ വിചാരിക്കുന്നത്. 100%. കാരണം അതുവരെ എന്നെ സംബന്ധിച്ചാണെങ്കിലും എന്നെ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇവരുടെ കൂടുതൽ സപ്പോർട്ട്, ഇവരുടെ കൂടുതലൊരു സ്ട്രെങ്ത് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഇപ്പോഴും ഡെലിവറിയുടെ സമയമായിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനിയാണെങ്കിലും അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ പറയും ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കല്യാണം വരെ നമ്മളുടെ മകളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് അതുവരെ ഒരമ്മ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം വരെ ഒരു അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മമാർ നഷ്ടപ്പെട്ട മക്കൾക്ക് അത് ശരിക്കും മനസ്സിലാവും. കാരണം എന്തെങ്കിലും ഒന്ന് വന്ന് പറയാനോ സങ്കടം പറയാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒക്കെ നമ്മൾ അമ്മമാരാണ് കൂടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ മക്കളോട് നമ്മൾക്ക് ഒരു പടി സ്നേഹം കൂടും. പ്രത്യേകിച്ച് അവരുടെ ഫീലിങ്സിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് അവരെ സ്നേഹിച്ചു തുടങ്ങും. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനും മമ്മിയൊക്കെ എനിക്കോട് കൂടുതൽ അടുത്തത് കല്യാണ ശേഷമാണ്, ഡെലിവറിക്കൊക്കെ ശേഷമായിരിക്കും. അതാണ്, അതെല്ലാ അമ്മമാരും അങ്ങനെ. കാരണം അമ്മമാരില്ലാത്ത കുറേ പെൺമക്കൾ എന്നോട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ പറയും ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത്ര വിഷമം തോന്നിയിട്ടില്ല ആൻറ്റി, ഇപ്പം എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു പറയും. അപ്പം നമ്മളെപ്പോഴും പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണത്തിന് ശേഷമാണ് അമ്മമാരെ കൊണ്ട് ആവശ്യം വരാന്നല്ല, അമ്മമാരെ ഓർക്കുക അപ്പോഴാണ്. ഒരു മിനിറ്റ്, പാച്ചുവിനെ അവിടെ ഹൈ ചെയർമേൽ ഇരുത്തിയിട്ടുണ്ട്. അവൻ പതുക്കെ എണീറ്റ് നിൽക്കുക താഴത്തേക്ക് തന്നെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഡോൺ ആൻഡ് ഡിംപിൾ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഭാവിയെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നോ പാച്ചു, അതൊക്കെ നടന്നോ? സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ഒന്നാമത് ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല. നമ്മളെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഘട്ടം ഇത്, അതായത് 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് 6ാം ക്ലാസ് അത്രയും വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായി. കാരണം ആ സ്വപ്നം കാണാത്ത എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചില്ല. അത് പറ്റാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ കാണാഞ്ഞത് നന്നായി ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം വേണ്ട, എന്തിനാത്, നിങ്ങളായാലും അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മക്കളെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം നമ്മൾ ചിന്തിക്കുന്നിടത്ത് ആവില്ല അവരുടെ ലൈഫ്. അപ്പം നമ്മൾ ചിന്തിക്കാത്തോടത്ത് വരുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും. അപ്പം അത് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഒന്നും വേണ്ട, പോണോടത്ത് നമുക്ക് പറ്റാവുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവാ, അത്രേ ഉള്ളൂ. തനിക്ക് വിഷമം വരുമ്പോൾ എന്താ ചെയ്യുക? നല്ല ചോറും കറിയും വെക്കും. അതാണ് എനിക്ക് വിഷമം വന്നാൽ ഞാൻ കുറേ മിണ്ടാണ്ടിരിക്കും. മാക്സിമം ഞാൻ മിണ്ടാണ്ടിരിക്കും. ഒരാളുടെ അടുത്ത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് വിഷമം വന്നാൽ വിചാരിക്കുക അടുക്കളയിൽ പണിയായിരിക്കും. കുറേ തരം കറികളുണ്ടാവും. അടുക്കളയിൽ കയറി കുറെ അങ്ങോട്ട് വെച്ച് വിളമ്പും. അപ്പൊ എനിക്ക് ചെറിയൊരു സ്ട്രെസ് ഒരു സ്ട്രെസ് റിലീഫാണ്. എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ബസ്റ്ററാണ് കിച്ചണിൽ പോയിട്ട് കുറെ പണിയെടുക്കുന്നത്. ദേഷ്യം വന്നാൽ വിഷമിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ്. വല്ലാണ്ട് പൊയ്ക്കായാൽ മാത്രമേ ഞാൻ പൊട്ടിത്തെറിക്കുള്ളൂ. പൊട്ടിത്തെറിച്ചാൽ പക്ഷെ അതൊരു 1.5 പൊട്ടിത്തെറി ആയിരിക്കും. അതും എല്ലാവരോടും പൊട്ടിത്തെറിക്കില്ല. മമ്മിയോടും ഡാഡിയോടും മാത്രമേ ഞാൻ പൊട്ടിത്തെറിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ മൂന്നാമതൊരാളുടെ അടുത്ത്, പ്രത്യേകിച്ച് ആൻസിഡാൻ്റെ അടുത്ത് പോലും ഞാൻ അങ്ങനെ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാറില്ല. എനിക്ക് കൂടുതലും ഞാൻ മമ്മിയുടെ അടുത്ത് അല്ലെങ്കിൽ ഡാഡിയുടെ അടുത്ത്, ഇവരുടെ അടുത്ത് എന്റെ അടുത്തൊക്കെയാണ് അധികം വരിക. അത് പൊട്ടിത്തെറി ഉണ്ടായിച്ചാല് 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒരു കരച്ചിലോടുകൂടി അത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് അത്രയും ദേഷ്യം വന്നാലേ ഞാൻ വായ തുറക്കുള്ളൂ. അങ്ങനെ. ഡിംപിൾ എപ്പോഴെങ്കിലും ഒരു അനിയത്തിയോ അനിയനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് അവൾക്ക് ചേട്ടനും അപ്പനും കൂട്ടുകാരനും എല്ലാതും ആയിട്ട് ഡൗൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും അങ്ങോട്ടും കൂടെ തോന്നിയിട്ടുണ്ടാവില്ല. ചേട്ടനേക്കാളും ഉപരി എനിക്ക് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപോലെ പ്രായം 7 വയസ്സ് വ്യത്യാസം. അത് ഇപ്പോഴും അതെ കേട്ടോ. ഇപ്പോഴും കാര്യങ്ങൾ ഞാൻ അറിയണേക്കാളും മുമ്പ് ആങ്ങളും പെങ്ങളും കൂടിയിട്ടാണ് തീരുമാനിക്കുക. ഇപ്പൊ നാത്തൂനും കൂടും. എനിക്ക് ചോദ്യമൊന്നും ഇല്ല ചോദിക്കാൻ. 3 പേരുടെ വീഡിയോസ് ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. അത് ഒരുപാട് മെസ്സേജസ് കണ്ടു, എന്താ പനക്കൽ വീട്ടിൽ നിൽക്കാത്തേ എന്ന്. അതിനൊക്കെ മറുപടി ആയിട്ട് നെക്സ്റ്റ് ഇയർ പാച്ചുവിനെ എറണാകുളം സ്കൂളിൽ ചേർക്കുമോ? സ്കൂൾ ഇനി ഇവിടെ നിർത്തുമോ? ഇത് ചോദിക്കാൻ മറുപടി ആയിട്ട് എറണാകുളത്ത് പോയി ചേർക്കില്ല. എനിക്ക് ആ സമയത്ത് കൺവീനിയൻ്റ് ആയിട്ട് എറണാകുളത്താണോ തൃശ്ശൂരാണോ അതോ ബാംഗ്ലൂരാണോ അതോ വേറെ വല്ലയിടത്തോ ആണോ
അത് നോക്കിയിട്ട് ചേർക്കുക. അല്ലാണ്ട് നമ്മൾ നാട്ടുകാർക്ക് മറുപടി ആയിട്ട് ഒരു സ്ഥലത്ത് ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം ഞാൻ എന്ത് സാഹചര്യത്തിലൂടെ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കൺവീനിയൻസ് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവരോടും വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ സൗകര്യം അല്ലെങ്കിൽ ആൻസി ചേട്ടനും ഞാനും തീരുമാനിച്ച് ഞങ്ങൾക്ക് അത് നല്ലത് എവിടെയാണെന്ന് തോന്നിയാൽ അവിടെ ചേർക്കും. അല്ലാണ്ട് മറുപടിക്കായിട്ടൊന്നും അങ്ങനെ എവിടെയും ചേർക്കാൻ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. സൗകര്യത്തിനല്ലേ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രസക്തിയില്ല. പിന്നെ ചോദിക്കണവരും പറയണവരും വീണ്ടും വീണ്ടും ചോദിക്കാം, പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ മമ്മി ഡാഡിയുടെ കൂടെ നിൽക്കുന്നതാണോ ആൻസി ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നതാണോ ഇഷ്ടം, ആൻസി ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണോ ഇഷ്ടം? രണ്ടും രണ്ട് തരമാണ്. അപ്പൊ ഏതൊരു മക്കളോട് അല്ലെങ്കിൽ മരുമക്കളോട് ചോദിച്ചാൽ അത് രണ്ട് ആൻസർ ആയിരിക്കും. അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, കല്യാണം കഴിച്ച വീട് എന്ന് പറയുമ്പോൾ അത് ആ ഒരു രീതിയാണ്. അപ്പം രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എവിടെയാണോ, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ എന്ത് നമുക്കിപ്പോൾ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പം അതിനോട് നമുക്ക് എവിടെ നിന്നിട്ട് മുന്നോട്ട് പോകാനാണോ എളുപ്പം എന്നുള്ളതാണ് കാര്യം. അല്ലാണ്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതിലൊരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മകൾ എന്നതിലുപരി ഡിംപിൾ എന്ന അമ്മയെക്കുറിച്ച് അങ്കിൾ ആൻറ്റിക്ക് എന്തെങ്കിലും കണ്ടുപഠിക്കാൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മകളെന്ന നിലയിലോ? ഒരു മകൾ എന്നതിലുപരി ഡിംപിൾ എന്ന അമ്മയെക്കുറിച്ച്. ഡിംപിൾ എന്ന അമ്മയെക്കുറിച്ച് കണ്ടുപഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടുപഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ കുറേ പേർക്ക് കണ്ടുപഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അവളുടെ കുട്ടിയുടെ എല്ലാ കാര്യം, ഞങ്ങൾ ഡോണിനെയും ഡിംപിളിനെയും വളർത്തിയത് ഞാനും ഡാഡിയും ഒന്നിച്ച് നിന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യത്തിൽ. ഞാൻ ഡാഡിയോട് പറയും, ഡാഡി ഇതേ അവന് പനിയുണ്ട്, ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയാലെന്ന് പറയുമ്പോഴേക്കും ഡാഡി ആവും ചിലപ്പോൾ കൊണ്ടുപോകാം. അപ്പം ഞാൻ ചിലപ്പോൾ പോണ്ടി വരില്ല. പക്ഷെ ഡിംപിളുടെ അവസ്ഥ അങ്ങനെയല്ല. ഡിംപിൾ ആൻസർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇനി അത് വേറൊരു അതാ പറഞ്ഞ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് വേറൊരു അർത്ഥത്തില് ഇനി കണ്ടുപിടിക്കായിക്കോട്ടെ നിങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് എല്ലാത്തിനും എന്താ പറയാ ഭർത്താക്കന്മാരെ ആശ്രയിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരില്ലാത്ത കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന് ചിലപ്പോൾ നേരെ ഉണ്ടാവില്ല, അപ്പൊ അവരെ പഴിചാര. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഡിംപിളിനെ കണ്ടുപിടിക്കണം. കാരണം ഒരു പരാതിയും ആരോടും പറയാണ്ട് അവളുടെ കുട്ടിയുടെ കാര്യങ്ങൾ അവള് ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഒരു പരാതി ആരോടും പറയാറില്ല. അതിപ്പോ നമ്മള് അബ്രോഡുള്ള ഹസ്ബൻഡ്സ്, അത്രേ ഉള്ളൂ, ഇവരൊക്കെ ഭർത്താവ് ഉണ്ടെങ്കിലും അവരുടെ ശരിക്കും ഫിസിക്കൽ പ്രസൻസ് പലപ്പോഴും മിസ് ചെയ്യുമ്പോൾ അമ്മമാരൊക്കെ തന്നെ ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഭർത്താവ് അയ്യോ നിങ്ങൾ നോക്കിയില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഏറ്റെടുത്ത് ചെയ്യാം, അതാണ് ഓപ്ഷൻ. അല്ലാണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഹാപ്പിയാണ്, ആൻസി ചേട്ടനും ഹാപ്പിയാണ്. ആൻസി ചേട്ടൻ പറയാറുമുണ്ട് അവൻ്റെ ഒരു കാര്യം നീ അറിയിക്കാറില്ല എന്ന് പറയാറുമുണ്ട്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ചില സമയത്ത് സ്ട്രെസ് ആവും, എന്നാലും ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഡിംപിൾ ആസ് എ ടീനേജർ വേഴ്സസ് നൗ എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് വന്നതായിട്ടാണ് ഡാഡിക്കും മമ്മിക്കും തോന്നിയിട്ടുള്ളത്? പോസിറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എങ്ങനെയാ വെച്ചാൽ ഡിംപിളിനെ സംബന്ധിച്ച് എന്താ പറയാ, അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു പ്രായം എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളെങ്ങനെയാ വെച്ചാല് ഫുൾ ടൈം ഷൂട്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഇതില് പിന്നെ കല്യാണം ആവുകയും പോവുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് കണ്ടതായി അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. പോസിറ്റീവ് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പറയാനായിട്ട്. കാരണം ടീനേജേഴ്സ് എന്നുള്ള നിലയ്ക്ക് ആ സമയത്തത്തെ ഏറ്റവും നല്ല മോളായിരുന്നു ഡിംപിൾ. അത് എനിക്ക് ആരോടും പറയാം, ഫീൽഡിലായാലും ഒരാൾ പോലും ഡിംപിളിനെ നെഗറ്റീവ് പറഞ്ഞു ഇന്ന് വരെ എൻ്റെ കൺമുമ്പിലോ എൻ്റെ ചെവിട്ടിലോ കേട്ടിട്ടില്ല. പറയാനുള്ളൊരു ഇടം ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യാം. ഡിംപിൾ പുറത്തു പോകുമ്പോഴൊക്കെ എപ്പോഴും പാരൻസ് രണ്ടാളും കൂടെ ഉള്ളതായി കണ്ടിട്ടുണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആയി ഒറ്റയ്ക്ക് വിടാനുള്ള പേടി കൊണ്ടാണോ, അതുപോലെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണോ, ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂർ നിൽക്കുന്നതാണോ ഡിംപിളിന് ഇഷ്ടം? ഞങ്ങള് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഡിംപിളുടെ കാര്യമല്ല മെയിനായിട്ട്. ഞാൻ എപ്പോഴും കളിയാക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ പറയുമായിരുന്നു, എൻ്റെ 18 വയസ്സിലെ കല്യാണം കഴിഞ്ഞു, എനിക്കും ഡോണിനും തമ്മിൽ 19 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ അന്ന് ചെറുപ്പത്തിലെ വന്നപ്പോൾ ഡാഡിയുടെ കയ്യിൽ പിടിച്ചു കൊടുക്കും. അന്ന് തൊട്ട് എന്നെ ഒരു കുഞ്ഞെ കുട്ടീനെ നോക്കണ പോലെയാണ് ഡാഡി നോക്കിയിട്ട്. അപ്പൊ ഡാഡി ശരിക്ക് എന്നെ നോക്കാനും ഞാൻ ശരിക്കും ഡിംപിളിനെ നോക്കാനും എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞങ്ങളുടെ ഒരു ഇത്.
അതുകൊണ്ട് ഡിംപിളിന്റെ ഫ്രീഡം ഇല്ലാണ്ടിരിക്കാനല്ല, എനിക്ക് ധൈര്യം വേണമെങ്കിൽ ഡാഡി എന്റെ പിന്നിൽ വേണം, ഡിംപിളിന് ധൈര്യം വേണമെങ്കിൽ ഡാഡി മമ്മിയും വേണം. അത്രേ ഉള്ളൂ കാര്യം. ഇന്നും ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ല, എപ്പോഴും ഡാഡി കൂടെ കൊണ്ടുപോയി കൊണ്ടുവരികയാണ് ചെയ്യുക. എനിക്ക് എവിടെ പോണെങ്കിലും മമ്മി വേണം. അതെ, മമ്മിക്ക് ഡാഡി വേണം, അതാണ് പ്രശ്നം. അപ്പൊ ഇത് അതുകൊണ്ടാണ്, അല്ലാണ്ട് വിടാൻ പേടിയായിട്ടൊന്നുമല്ല. എന്തിനു പേടി? ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. ഞാൻ സ്കൂളിൽ എക്സ്കർഷൻസോ ഒന്നും പോയിട്ടില്ല. ഹായ് പൊന്നു, നമ്മുടെ ഡെൻസി അമ്മയെ പോലെയാണോ ബിൻസി മമ്മി? പൊന്നുവിന് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ മമ്മിക്ക് ആ മമ്മിയെ പോലെ ആയിക്കൂടെ, അതുപോലെ ആ മമ്മിക്ക് ഇതുപോലെ ആയിക്കൂടെ എന്ന്? പിന്നെ നമ്മുടെ ഡാഡിനെ നന്നായി അറിയാം, പനക്കൽ പപ്പ എങ്ങനെയാണ്? രണ്ടുപേരും എക്സ്ട്രീംലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. രണ്ടുപേർക്കും പോസിറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരാൾ ഇന്ന പോലെ ഇന്നാളാവണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോ ഡിംപിള് പറയാറുണ്ട്, അതിനൊക്കെ ബിൻസി മമ്മീനെ കണ്ടുപഠിക്കണം. ഞാൻ പറയാറുണ്ട്. അതായത് നിമിഷ നേരം കൊണ്ട് കുക്കിംഗ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മമ്മി ചെയ്യുന്ന പല കാര്യങ്ങളും മമ്മിക്ക് ഒട്ടും ശീലമില്ലാത്ത കാര്യങ്ങളാണ്. രണ്ടുപേരും ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് പിന്നെ ഒരാളോട് നോ പറയാനായിട്ട് എനിക്ക് പറ്റില്ല. ഇപ്പൊ ഡിവൈനോടായാലും അല്ലെങ്കിൽ ഇപ്പൊ ഡാഡിയോടായാലും ഡോണിനോടായാലും അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയായാലും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തലാട്ടി അവിടെ നിൽക്കും. പക്ഷെ നോ പറയാൻ പഠിക്കണം. അപ്പൊ ചില സമയത്ത് ഡിംപിള് പറയാം, അതൊക്കെ എന്റെ മമ്മീനെ കണ്ട് പഠിക്കണം, മമ്മി വേണ്ടാത്ത കാര്യം വേണ്ട എന്ന് തന്നെ പറയും. എന്താ പറയാ, ഈ പൊളിറ്റിക്സ് എല്ലാത്തിലും നല്ല എന്ത് കാര്യം ചോദിച്ചാലും അതിനെ കുറിച്ച് ഭയങ്കര നോളജ് ഉള്ള ജനറൽ നോളജ് വളരെ ഞങ്ങൾക്ക് വീട്ടിൽ നോളജ് അറിയുള്ളൂ. മമ്മി പറയാം, അല്ല എന്നെ സംബന്ധിച്ചൊന്നും അറിയില്ല. അപ്പൊ അത് ഭയങ്കര വ്യത്യാസം. ഭയങ്കര ഇതാട്ടോ, ഭയങ്കര നോളജാണ് മമ്മിക്ക്. പക്ഷെ ഇന്ന സ്വഭാവം ആ മമ്മിക്ക് കിട്ടണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രണ്ടുപേർക്ക് രണ്ടുപേരുടേതായ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടില്ല. അത് മമ്മിമാര് മാത്രല്ല, ഇപ്പൊ ചേടിത്തനീത്തിമാരുണ്ടെന്ന് വെക്കാം. ഞങ്ങള് 3 പെൺകുട്ടികളാ, ഞങ്ങൾക്ക് 3 പേർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, സ്വഭാവത്തിലും ഇല്ല, കാഴ്ചപ്പാടിലും ഇല്ല, ഒന്നിലും ഇല്ല. അപ്പൊ 2 മമ്മിമാര് മാത്രല്ല, 5 പേരിലുണ്ടെങ്കിൽ 5ഉം 5 ടൈപ്പാണ്, അത്രേ ഉള്ളൂ. പിന്നെ പപ്പ ഈ പറഞ്ഞ പോലെ തന്നെ ഡാഡിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാളാണ്. ഇപ്പൊ എനിക്കിപ്പോ ഡാഡിനെ ഇടാ പോടാ ബന്ധം അങ്ങനെ എന്തും പറയാം. എനിക്കിപ്പോ ദേഷ്യം വന്ന ഡാഡിയോട് എനിക്ക് എന്തും പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, അപ്പൻ ആണ് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ചിന്തിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഞാൻ മോളായതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഡിവൈനോട് ചോദിച്ചാൽ ചിലപ്പോൾ വേറെ രീതിയായിരിക്കാം. പപ്പ കുറച്ചും കൂടി സീരിയസ് ആണ്, കുറച്ചും കൂടി എന്താ പറയാ ബിസിനസ്മാൻ ആണ്. അപ്പോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ആഷിക്ക് വേറെ വ്യൂ പോയിന്റ് ആവും പറയാനുണ്ടാവും. അപ്പൊ എല്ലാവർക്കും അവനവന്റെ അപ്പൻ അല്ലെങ്കിൽ അതെപ്പോഴും ഡിഫറെന്റ് ആണല്ലോ. അപ്പം അത്രയും എനിക്ക് ഫീൽ അല്ല, പ്രത്യേകതയായിട്ടൊന്നും അങ്ങനെ എടുത്ത് പറയാവുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഹായ് ഡിയർ സിസ്റ്റർ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലിയെ പ്രത്യേകിച്ച് ചോദിക്കാൻ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കാണുന്നത് വേഗം വായിച്ചു പോവാണ്. ഡിംപിളിനെ ഞാനൊരു 15 years മുമ്പ് കണ്ടിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എസ്പെഷ്യലി ഡാഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്തത്. നോർമൽ വീഡിയോസ് എല്ലാം കാണും. എനിക്ക് നിങ്ങളുടെ ഫാമിലിയെ വളരെ ഇഷ്ടമാണ്. 3 പേരുടെ വീഡിയോസ് കാണാറുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് 3 പേരും മൈൻഡ് ആക്കണ്ട, പോസിറ്റീവ് മാത്രം എടുക്കുക, ബാക്കിയെല്ലാം കളയുക. അങ്ങനെ പറഞ്ഞ ഒരു മെസ്സേജ് സപ്പോർട്ട് ചെയ്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡിംപിൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കുമോ, താല്പര്യമുണ്ടോ? എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതെ, എല്ലാവർക്കും താല്പര്യമുണ്ട്. ആൻസിച്ചേട്ടൻ മാത്രം എന്തോ താല്പര്യം കാണിക്കത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ആവാനുണ്ട് കുറച്ചും കൂടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പനക്കലിലെ ബിസിനസ്സും ബാങ്കിങ്ങും ഒന്നിച്ചാണ്. രണ്ടും ചില സാഹചര്യങ്ങളെ കൊണ്ട് രണ്ടും മാറിയിട്ട് ആൻസിച്ചേട്ടൻ സ്വിച്ച് ചെയ്ത് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങോട്ട് വരണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരത ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ സ്ഥിരമായിട്ട് പോയി പാച്ചുവിൻ്റെ സ്കൂളിൽ ചേർത്തിയാലും ആൻസിച്ചേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്താനുള്ള ബുദ്ധിമുട്ട് ആൻസിച്ചേട്ടനുണ്ട്. അപ്പം അങ്ങനെ പല സാഹചര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ എന്നാൽ ശരി കംഫർട്ടബിളായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം ഏതൊരു ഭാര്യയും ഭർത്താക്കന്മാരുടെയും പോലെ ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങളെ കൊണ്ട് അതങ്ങോട്ട് നടക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളോ ആര് തമ്മിലും ഇല്ല. പക്ഷെ എന്താ പറയാ, സാഹചര്യം ചിലർക്ക് ഉണ്ടാവും. ഈ കാനനവാസമുള്ള ഭർത്താക്കന്മാരൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ജൂണിൽ തൊട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട് അത് നടന്നില്ല.
അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ നാളകന്ന് നിൽക്കാനുള്ള വല്ല യോഗം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കാം. എന്തായാലും തൻ്റെ കൂടി പിരിഞ്ഞിട്ടല്ലോ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിലെ കുറെ യൂസർ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഒരു ചേച്ചിയുണ്ട്, അവൾ പറയും അവന് വേറെ സെറ്റപ്പ് അവിടെ ബാംഗ്ലൂരുണ്ട്, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര തമാശ. ഞങ്ങളും ആൻസനും പറഞ്ഞ് ചിരിക്കും. അത് ഞാനും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആൻസന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ആൻസർ ചേട്ടൻ അവരെ വിളിക്കുന്നത് ആൻസർ ചേട്ടൻ സെറ്റപ്പ് എന്നാണ്. അപ്പൊ ഇടയ്ക്ക് വിളിച്ചു പറയും സെറ്റപ്പ് നമ്പർ 1 ഉം 2 ഉം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നമുക്ക് എന്നെ ആൻസർ ചേട്ടനെ എനിക്ക് ഏറ്റവും ഉള്ളൊരു കാര്യം ഒരു ട്രസ്റ്റാണ്. ആ ഒരു ട്രസ്റ്റ് ഈ ഒരു കാര്യത്തിലേക്ക് ഇത്തിരി കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെ അടുത്തത്, കെസ്റ്റർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡിംപിൾ എന്ന അമ്മ എങ്ങനെയാകുമായിരുന്നു? പാച്ചുവിനെ കെന്ന എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു പാച്ചുകുട്ട. കെസ്റ്റർ എന്ന അമ്മ എങ്ങനെയായിരുന്നുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴേ പ്രാന്ത് പിടിച്ചിട്ടാണ് ഓടുന്നത്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മൾക്ക് കിട്ടാത്തൊരു സംഭവം നമുക്ക് കിട്ടാണ്ടാവുമ്പോ ഇടയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേയില്ല, അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. അറിയില്ല. അപ്പൊ അതുകൊണ്ട് പറയാറുണ്ട് കേട്ടോ. ഇവര് 3 പേരും കുറുമ്പ് കാണിച്ച് പ്രാന്തായി നിൽക്കുമ്പോ പറയാടോ അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായേനെ. എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ അവന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവനെ കുറിച്ച് ഓർക്കാണ്ടിരിക്കാറില്ല. അപ്പോ പക്ഷെ ഒരു മിസ്സിങ്ങും തോന്നാറില്ല അല്ലെ? എപ്പോഴും അവന്റെ ഒരു പ്രസൻസ് എങ്ങനെയെങ്കിലും നമ്മുടെ ഇടയില് വന്നു പോവാറുണ്ട്. ഡിംപിൾ ബ്ലെസ്ഡ് ആണ്. നല്ല പാരൻസിനെയാണ് ദൈവം തന്നത്. മമ്മിയുടെയും ഡാഡിയുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്താണ്? ഇത് തന്നെയാണ്. നമുക്ക് മക്കള് ആണ് അല്ലെങ്കിൽ അവരപ്പനമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. എന്തും ഏത് സമയത്തും പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തും പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്ന ചിലപ്പോൾ വളിപ്പ് വരെ അല്ലെങ്കിൽ എന്ത് ടോക്ക് വരെ നമുക്ക് ഇവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അത് ആ ഒരു വൈബില് ഉൾക്കൊണ്ട് തിരിച്ച് മറുപടി തരാനുള്ള ഒരു എന്താ പറയാ ആ ഒരു രീതിയും അവർ ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലേക്ക് അവർ ഇറങ്ങി വന്നിട്ട് സംസാരിക്കാറുണ്ട്. അതിപ്പോ ഡിവൈനായാലും ഡിംപിളിന്റെ അതേ സ്ഥാനം തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിവൈനും ഡിംപിളിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഫ്രീഡം ഉണ്ട്. നമുക്ക് എന്തും പറയാം. നമുക്ക് ഒന്ന് ചിന്തിച്ച് വർത്താനം പറയേണ്ട ഒരു അവസ്ഥ തോന്നിയിട്ടില്ല. എന്തും ഓപ്പൺ ആയിട്ട് പറയാം എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഡിംപിൾ ഫർദർ ഫാമിലി പ്ലാനിങ്ങും ആയിട്ട് പ്രൊസീഡ് ചെയ്തില്ലേ? പാച്ചുവിനൊരു കൂട്ടുകൂടി നല്ലതാണ്. ഫാമിലി പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ല. പിന്നെ മാത്രമല്ല എന്നെ സംബന്ധിച്ച് പാച്ചുവിനെ വിഷമിപ്പിച്ചുകൊണ്ടുള്ളൊരു കാര്യങ്ങളും ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റില്ല. മാത്രമല്ല അവൻ കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ആവാനുണ്ട്. അവന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പം ഞാനൊരു പ്രഗ്നൻസി ആണ്, എനിക്ക് റെസ്റ്റ് വേണ്ട സമയമാണ്, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനും മനസ്സിലാവണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നും എൻ്റെ വയറ്റത്ത് കിടന്നിട്ടാണ് അവൻ ഉറങ്ങുക. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഇന്ന് വരെ ചെയ്തത്. വേറെ ഒരാളെ കൊണ്ട് പോയി ഞാനൊരു ഡയപ്പർ ചേഞ്ച് പോലെ ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിക്കാറില്ല. അപ്പം അത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മേ ബി ചിലപ്പോൾ ഇൻ കേസ് എനിക്ക് വല്ല ബെഡ് റെസ്റ്റ് ഒക്കെ ആവുകയാണെങ്കിൽ അവനത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു പ്രായം ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ അല്ല, അതിനൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളൊരു സമയം ഉണ്ടാവും. ആ ഒരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു മാത്രം. അച്ഛനും അമ്മയും ഡിംപിളിൽ കണ്ട നല്ലൊരു സ്കിൽ എന്താണ്? പണ്ടായിരുന്നെങ്കിൽ കുറെ പറയാനുണ്ടായിരുന്നു. സ്കില്ലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ടിട്ടില്ല എങ്ങനെയാ വെച്ചാൽ ഒരാളെയും വെറുപ്പിക്കില്ല. ചില സാഹചര്യം അനുസരിച്ച് വേണം കേട്ടോ അത് നമ്മൾ പറയാം. ഞങ്ങളുടെ ഇടയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾക്ക് വിഷമം വരും. പക്ഷെ പിന്നീട് നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ അത് കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ പോട്ടെ എന്ന് വിട്ടുകളയും. പക്ഷെ എല്ലാവരും അത് ചെയ്തു എന്ന് വരില്ല. അപ്പം അത് എനിക്ക് തോന്നാറ്. ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും സാരല്ല, നമ്മളോടല്ലേ പറ്റുള്ളൂ, സാരല്ല എന്ന് വിചാരിക്കാറുണ്ട്. അത് നല്ലൊരു അതെ. പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടാ, എന്നോടുള്ള ഈ വല്ലതും പറയലും ഞാനും പറയില്ല. അവരൊന്നാ ഭയങ്കര സെറ്റാണ്. അതെന്താന്നറിയോ, മമ്മിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു ഭയങ്കര സെറ്റ് അവര് അതനുസരിച്ച് തിരിച്ച് ദേഷ്യപ്പെടും. ഡാഡിയുടെ അടുത്ത് എന്തോരം ദേഷ്യപ്പെട്ട ഡാഡി ഒന്നും മിണ്ടില്ല. തിരിച്ച് ഡാഡി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാനും മിണ്ടില്ല. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അപ്പുറത്തുനിന്ന് വക്കാലത്ത് രാമൻകുട്ടി വരും. അവിടുന്ന് വന്നിട്ട് എന്നിട്ട് എന്റെ മക്കിട്ട് കയറും. അത് എന്ത് കാര്യം താൻ എന്തിനാടോ കുട്ടിയോട് അങ്ങനെ പറഞ്ഞത്, അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളുടെ കാര്യം. ഞങ്ങൾ എങ്ങനെയാ വെച്ചാല് വഴക്കിട്ടാലും അങ്ങോട്ട് കത്തി കയറി പൊട്ടിത്തെറിച്ച് കോലാഹലമായിട്ട് അവസാനിക്കുള്ളൂ. പക്ഷെ ഞാനും ഡാഡിയാണ് വഴക്കിടണേന്ന് വെച്ചാല് ഞാൻ അങ്ങോട്ട് പറയുന്ന ഡാഡി ഫുള്ള് കേട്ടിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മറുപടി വരിക. തിരിച്ച്
ഡാഡി എന്നെ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും കേട്ടിരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവര് തമ്മിൽ ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇവര് പറയുന്നുണ്ട് ഷൗട്ട് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. ഞാൻ പല പറയാം. ഡാഡി തെറ്റ് ചെയ്താൽ എനിക്കിപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഡാഡിയുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ട്. ഡാഡി അത് ചെയ്തത് ശരിയായില്ല ഞാൻ പറയാറുണ്ട്. ചിലപ്പോ ഡാഡിയെ ഞാൻ പ്രത്യേകിച്ച് ഡാഡിയെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ മൂന്നാമതൊരാളെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഡോൺ ചേട്ടൻ പോലും എന്തെങ്കിലും ഡാഡിനെ കുറിച്ച് പറയാൻ മമ്മി പോലും പറയാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞങ്ങളുടെ ഒരു യാത്രയുണ്ട്, എന്തെങ്കിലും കാര്യം കൊണ്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി പോകും. ഡാഡിയുടെ കൂടെ കാറിൽ പോയിട്ട് കാറിൽ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ കസർത്ത് തിരിച്ചും. അപ്പോൾ ഡാഡി എനിക്ക് തോന്നുന്നു കുറേ ഡാഡിയുടെ കാര്യങ്ങൾ എൻ്റെ അടുത്തും ഡാഡിക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്തും പറയാറുണ്ട്. അല്ല ഡാഡി നമ്മൾ അതാ പറഞ്ഞേ ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. അപ്പം അങ്ങനെ. പിന്നെ ഡിംപിളിന്റെ പാരന്റിങ് എത്രമാത്രം വ്യത്യസ്തമാണ് ഡാഡിയുടെയും മാമിയുടെയും പാരന്റിങ്ങിൽ വെച്ച്? അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് 2 മക്കളെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡോണിന് ഓൾറെഡി 7 വയസ്സ് വരെ എല്ലാ ലാളനെയും കൊടുത്ത് അവനെ ഇപ്പം നേരത്തെ ഡിംപിൾ പറഞ്ഞ പോലെ ഒരു ഇതിലാക്കി ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് മോള് വന്നത്. അപ്പോഴും ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അവളെ വളർത്തിയത്. മൂന്നാമതൊരാളുടെ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഡോണിൻ്റെ ഒരു ഇഷ്ടം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോറി. അതാ ഡിംപിൾ ഇനി ടെലിവിഷൻ ഫീൽഡിൽ വരുമോ? പാച്ചു ഓക്കെ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കംബാക്ക് എക്സ്പെക്ട് ചെയ്യാവോ? ഡിംപിളിന്റെ പാരന്റ്സ് ആൻഡ് ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കണ്ടമാനം വരാറുണ്ട്. എന്നോടാണ് കുറെ പേര്, ഡാഡിയോട് എന്നോടാണ്. ഡിംപിളിനെ സംബന്ധിച്ച് ഡിംപിളിനെ അങ്ങനെ ഡയറക്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സായിട്ടോ ഒക്കെ അവൾക്ക് അങ്കിൾമാരും ആന്റിമാരും ചേട്ടന്മാരും അങ്ങനെയാണ്. അപ്പോൾ ഡാഡിയോടും എന്നോടല്ല ഡാഡിയോടാണ് അധിക ഭാഗം കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഡിംപിളിന് ഒരു റീ എൻട്രിക്ക് താല്പര്യമുണ്ടോ, പലരും ഇതും ചോദിച്ചു. തമിഴിൽ നിന്നൊക്കെ വന്നു. പക്ഷെ ഇവൻ നോക്കിയ കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടികളെ നോക്കാനായിട്ട് ഇത്തിരി വശം കുറവാണ്. എനിക്കവരെ എടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ എനിക്ക് വയ്യ ഒന്നാമത്. പിന്നെ ബിസിനസ്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾക്ക് ഇവനെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ മറ്റു 2 കുട്ടികളുണ്ട് അവരെ ഏറ്റെടുത്തിട്ട് ഇവരെ ജോലിക്ക് വിടാന്ന് പറഞ്ഞാൽ എനിക്കത് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പം തന്നെ ഡാഡിയാണ് അധിക ഭാഗം നോക്കുക. എനിക്ക് അങ്ങനെ കുറേ പറ്റില്ല. നമ്മളില്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ ഏറ്റെടുത്തിട്ട് അവളെ ജോലിക്ക് വിടാവുന്ന ഒരു സംവിധാനം പറ്റും. പിന്നെ അവരുടെ വീട്ടുകാരുടെ കാര്യം എനിക്കറിയില്ല, ചിന്തിച്ചിട്ടില്ല. ഡിംപിൾ എനിക്കും പാച്ചുവിന്റെ കാര്യം ഞാൻ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുള്ള ഒരാളാണ്. ഭക്ഷണം കൊടുക്കായാലും കുളിപ്പിക്കായാലും വേറൊരാള് കൊടുത്താൽ എനിക്കൊരു തൃപ്തിയില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യാം. ചിലപ്പോ പൊട്ടയായിരിക്കാം, നല്ലതായിരിക്കും, അറിയില്ല. ഞാൻ തന്നെയാണ് അവന്റെ A to Z കാര്യങ്ങൾ ചെയ്യാറ്. മറ്റൊരാൾക്ക് നിങ്ങളാ നോക്കിക്കോ ഞാനതാ ചെയ്യാം അങ്ങനെ ഞാൻ പോവാറില്ല. ഒരു മാക്സിമം ഞാൻ പോവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡാഡിയുടെ തലയിൽ ഇട്ട് കൊടുക്കാറുള്ളൂ. മമ്മീനെ പോലെ ഏൽപ്പിച്ച് ഞാൻ പോവാം. എന്റെ അടുത്തേക്ക് വരാറില്ല. കാരണം എനിക്ക് പറ്റില്ല, പറ്റാത്ത പണി ഞാൻ ഏറ്റെടുക്കാറില്ല. ഡാഡി കുറച്ചു നേരം അവന്റെ പിന്നാലൊക്കെ ഓടും. അപ്പൊ അതുകൊണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഡാഡീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോവാറ്. വേറൊരാള് ഡാഡിനെ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. ഇനി ജോബ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഫിലിം ഫീൽഡിൽ പോകുമോ? മമ്മി ഡാഡി ഇതിൽ താല്പര്യമുണ്ടോ? മമ്മി ഡാഡി എപ്പോഴും പറയുന്നത് പഠിക്ക്, എന്തെങ്കിലും എന്താ പറയാ നമ്മള് ശരിക്ക് MBA കഴിഞ്ഞതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാനിപ്പൊ പറയും സമയം കടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എക്സ്പീരിയൻസ് വേണമല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും. പിന്നെ 1-2 പേര് പറയുകയും ചെയ്തു നീ സബ്മിറ്റ് ചെയ്യേ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞാലും അവൻ ഒന്നാവട്ടെ ജോലിക്ക് കയറിയതുകൊണ്ട് അല്ല കോഴ്സ് ആണെങ്കിൽ പോലും ഓടി ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് അത് എടുത്തുകൊടുത്ത് വെക്കാൻ പറ്റണം. അപ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഫുൾ റെഡി ആവട്ടെ. കുറച്ചും കൂടി അവൻ എന്താ പറയാ സെറ്റിൽ ആവാൻ, അമ്മേനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് അവനാവും പ്രായം കൂടുന്തോറും അതൊക്കെ ഒന്ന് സെറ്റിലായി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആന്റി ഡിംപിളിനും ഡോൺ ചേട്ടനും ചെറുപ്പത്തിലെ കുസൃതി ഉണ്ടായിരുന്നു. അയ്യോ ഇല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവര്. ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ 4 പേര് കൂടി 4 പേര് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ വാശി പിടിക്കുക അല്ലെങ്കിൽ ഓരോന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾ ഇവരോട് തന്നെ പറയും ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലാന്നോ. എന്താ അവര് ഒന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ സാധനം മുന്നിൽ. അപ്പൊ പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ, വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അടിക്കേണ്ടേ വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല കുട്ടികളുടെ. ഇവരുടെ കുറുമ്പ് കാണുമ്പോ പറയും ഞങ്ങൾ 2 അതെ
നിങ്ങളെ വളർത്തലിൻ്റെ ഒക്കെ പറയും. അറിയില്ല കേട്ടോ, ഇവർക്ക് 3 പേർക്കും അത്യാവശ്യം നല്ല കുറുമ്പുമാണ്, അടി കിട്ടേണ്ട എല്ലാ സ്വഭാവവും അവർക്കുണ്ട്. ഇനി അടുത്തത്, 3 പേരും കൂടി ഒരുമിച്ച് എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. ഡിംപിൾ ചേച്ചിയിൽ വന്ന മാറ്റങ്ങൾ. 3 പേരെയും ഒരുപാട് ഇഷ്ടം. ഗോയിങ് ലവ് യു. ഞങ്ങൾ 3 പേരും കൂടി എടുത്ത ഡിസിഷൻ. 3 പേരും എടുത്തതിൽ ഓ അങ്ങനെ ഒരു വീടിന്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒരു ഡിസിഷനും ചുവായിട്ടില്ല. ആ ഞങ്ങളെ വീട്ടിലിപ്പോ എന്താ പറയാ, ഒരു വീട്ടിലൊരു ചെടി വാങ്ങിക്കണമെങ്കിൽ പോലും ഞങ്ങൾ 4 പേര് ഒന്നിച്ചാണ് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താ പറയാ, നമ്മ ഒരുപാട് വളരെ ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, ഞങ്ങൾ പരസ്പരം നിങ്ങളന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പരസ്പരം കുറ്റം പറയുന്നത്, ഒരുപാട് തെറ്റായ ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഡിസിഷനായിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം ഒരു നല്ല തീരുമാനമായിരുന്നു. കാരണം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു ഘട്ടം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നൈസ് ജേർണിയിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, ഞങ്ങളെല്ലാവരും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. എത്ര ഇനിയിപ്പോ എന്തൊരു സാഹചര്യം, ഇനിയിപ്പോ അവന് ആരോഗ്യത്തിലല്ല വരുന്നതെങ്കിൽ പോലും നോക്കിക്കോളാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മുന്നോട്ട് വെച്ച ഒരു ഡിസിഷൻ വേണമെങ്കിൽ അത് പറയാം. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസിഷൻ മാത്രമേ എൻ്റെ ജീവിതത്തില് ശരിയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്ലോപ്പായിരുന്നു. കാരണം എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് ഞാനിങ്ങനെ. ആണോ അന്ന് ആയിക്കോട്ടെ, അല്ലേ അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയാണ്. ചോദിക്കാൻ കൊള്ളില്ല, എന്നെ കൊള്ളില്ല. മമ്മി ഇത് നല്ലതാണോ? അത് നല്ലതാണ്, പക്ഷേ ഇത് വേണോ ചോദിക്കും. അങ്ങനെ ചോദിക്കാം. അല്ലാണ്ട് എനിക്ക് നോ പറയാനോ അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് ഇവര് ഇപ്പം കറി ആയാലും കൊണ്ട് തന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചിട്ട് എന്റെ മനസ്സിൽ നല്ലതാണോ പൊട്ടയാണോ എന്ന് പോലും എനിക്ക് പറയാറിയില്ല. ചിലപ്പോ കാപ്പി കൊടുത്തിട്ട് ചായ എങ്ങനെയുണ്ട് ചോദിച്ചാൽ അടിപൊളി എന്ന് പറയാം. അത് എന്തോ അറിയില്ല, ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. വേറെ ആരും കുറ്റം പറയാൻ അറിയില്ല ആൾക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഡിസിഷൻസ് മൊത്തം മോശം. മക്കളെ എന്നോട് ഒരു അഭിപ്രായം ആരും ഒന്നും ചോദിക്കരുതെന്ന് പറയും ഞാൻ, ഒരിക്കലും ചോദിക്കരുത് എന്നോട്. ഡിംപിൾ സിനിമ സീരിയൽ ഫീൽഡിൽ വരുന്നതിനോട് 2 പേരുടെയും അഭിപ്രായം. ഡിംപിളിന്റെ ഇഷ്ടം ആണെങ്കിൽ ഡാഡിക്കും മമ്മിക്കും പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവില്ലേ? ഉണ്ട്. തിരിച്ചു വരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണു, പുറമേന്ന് കേൾക്കുന്ന ഒരു ലൈഫല്ല സീരിയൽ സിനിമ ജീവിതം. നല്ലതാണ്. നമ്മൾ ഏത് ജോലിക്ക് അപ്പനും അമ്മയും കൂടെ പോയിട്ട് മക്കളുടെ കൂടെ ഇരിക്കണത് ഒരു ജോലിയിലും അങ്ങനെയില്ല. പക്ഷെ ഇതിലെങ്ങനെയാ വെച്ചാൽ ഡാഡി വേണോ മമ്മി വേണോ ആരെ വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകും. 24 മണിക്കൂർ നമുക്ക് കൂടെ നിൽക്കാം, ഒന്നുമില്ല. പിന്നെ വരുന്ന അബദ്ധങ്ങളൊക്കെ സ്വയം വരുത്തി വെക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സീരിയൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ, ധൈര്യമായിട്ട് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവനൊന്ന് സെറ്റിൽ ആയതിനു ശേഷം അതുപോലെ ആ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും എല്ലാ രീതിയിലും വേറെ ഒന്നിലും ഉണ്ടാവില്ല. അത് എനിക്ക് ഉറപ്പാണ്, നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. അതുകൊണ്ട് സീരിയൽ എപ്പോഴും നല്ലത് തന്നെയാണ്. സീരിയലായാലും സിനിമയിലും നമ്മൾ എവിടെയായാലും നിൽക്കേണ്ടടുത്ത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനെ ഒരാൾ മോശം പറയണേൽ ഞാൻ 25 വർഷം ഞാൻ ഈ ഫീൽഡിൽ മോളുടെ കൂടെ ഉണ്ടായിരുന്ന. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടേ പറയുള്ളൂ. അടുത്തത്, എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരെയും 3 പേരുടെയും വീഡിയോസ് ഡെയിലി കാണാറുണ്ട്. അവർ പേരെടുത്ത് പറയാൻ പറഞ്ഞിട്ടില്ല. റൻസിജയാണ്. പിന്നെ അടുത്തത് ചോദ്യങ്ങളും ഇഷ്ടമാണ് നിങ്ങൾ 3 പേരുടെയും വീഡിയോസ്. ഡിംപിൾ എന്ന മകൾ, അമ്മ എന്നിവയെ കുറിച്ച് എന്താണ് 2 പേർക്കും പറയാനുള്ളത്? ഡിംപിൾ ഡിവൈൻ തമ്മിലുള്ള സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്. കുറേ ചോദ്യമുണ്ട്, ഓരോന്നോരോന്ന് പറയാം. ഡിംപിൾ എന്ന മകൾ, അമ്മ എന്നിവയെ കുറിച്ച് എന്താണ് 2 പേർക്കും പറയാനുള്ളത്? ഡാഡി കുറെ നേരം വേണ്ടിട്ട്. ലെവലില് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. അവനെ നീ അമ്മയാണെന്നുള്ളതില് മകളെന്ന നിലയ്ക്ക് വെച്ചാല് ഒരു പ്രശസ്തി വന്നു അവൾക്ക് ഡിംപിളിന്. അപ്പൊ അതിൽ ഞങ്ങള് അല്ല മകളായുള്ള ലെവലിലേ ഒരു പ്രശസ്തി വന്നപ്പോ ഞങ്ങൾക്കും കൂടി ഒരു അംഗീകാരമായി. പിന്നെ മകളെന്ന നിലയ്ക്ക് വേറെ ഒന്നുമില്ല എന്നെ കുറിച്ച് പറയാൻ. അല്ല, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സന്തോഷമാണ്. അല്ല, മകൾ എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും മക്കളെ വളർത്തുമ്പോൾ നമ്മളുടെ മനസ്സിലെങ്ങനെയാ വെച്ചാൽ ഒരു ആൺകുട്ടി കല്യാണം കഴിയുന്നത് വരെയും പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെയും ഈ 2 കാലഘട്ടം വരെ നമ്മൾ അവരെന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പഴി കേൾക്കുക മുഴുവൻ അപ്പനും അമ്മയാണ്. ഇത് രണ്ടും ഞങ്ങൾ കേൾപ്പിക്കാണ്ട് 2 മക്കളെ, മോനെ ആയാലും മോളെ ആയാലും
സന്തോഷമായിട്ട് നമ്മൾ മോനെന്നുള്ള നിലയ്ക്കും മകൾ എന്ന നിലയ്ക്കും രണ്ടുപേരും ഞങ്ങൾക്ക് 100% ഞങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഞങ്ങള് കാരണം അവർക്ക് ആരുടെയും മുമ്പിൽ വന്നിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ അപ്പനമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയേണ്ടത്. അല്ല, അത് വിട്ടുകളഞ്ഞേക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാനും ഡാഡിയും 100% ഞങ്ങളോട് നീതി പുലർത്തിയിട്ട് ഞങ്ങളുടെ 2 മക്കളും. അടുത്തത് ഡിംപിൾ ഡിവൈൻ തമ്മിലുള്ള സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്. സിമിലാരിറ്റി അല്ല, സിമിലാരിറ്റി രണ്ടുപേരും നല്ല ഗുണ്ടുമണികളാ. രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ചേർത്തേനീറ്റെന്ന് പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ സ്വഭാവത്തില് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും 2 എക്സ്ട്രീംസ് ആണ്. പക്ഷെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരും ഇപ്പൊ ഒരുപോലെ ചിന്തിച്ചു തുടങ്ങി, ഇറങ്ങി. അപ്പൊ ഒരാൾ കയറി ഒരാൾ ഇറങ്ങുകയും ചെയ്തപ്പോ ബാലൻസ് ആയി. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് സിമിലാരിറ്റീസ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കുക്കിംഗ് ഒരാൾ പാലയാണെങ്കിൽ ഒരാൾ തൃശ്ശൂരാ കൊച്ചിയാ, ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യും. അത്രേ ഉള്ളൂ. ഡിംപിളിന്റെ നെക്സ്റ്റ് പ്രഗ്നൻസി ആയാൽ ടെൻഷൻ ഉണ്ടാവുമോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഡിംപിളിനെ എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഡേറ്റ് ഒന്ന് തെറ്റിന്ന് കണ്ടാൽ എനിക്ക് അപ്പം തുടങ്ങും ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഞാൻ ആ പേടിന്ന് പോന്നിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാലോ 3 വർഷമായിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് ഇപ്പോഴും എനിക്കത് വിട്ടു പോരാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാ രീതിയിലും നമ്മൾ തകർന്നത് ഡിംപിളിന്റെ ഒരൊറ്റ ഡെലിവറി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് തകർന്നതും ഉയർന്നതും മാത്രം പറയരുത്. ആരുയർന്നത്? മമ്മി ഒരു യൂട്യൂബറായിട്ട് ഉയർത്തേനി. അങ്ങനെ ഡെലിവറി അല്ലേ? ഓക്കെ എന്റർപ്രണർ ആയത്, അതെ. മമ്മി എന്താ പറയാ ഒരു ബോൾഡ് ആയത്, അതൊക്കെ ഉണ്ട്. ബോൾഡൊക്കെ ആയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിസിനസ് എന്താന്ന് പോലും അറിയാത്ത ഞാനായിരുന്നു. എൻ്റെ അപ്പച്ചൻ ബിസിനസ്മാനാണ്. പക്ഷെ എനിക്കറിയില്ല ഒന്നും. ഡാഡി എന്ത് കൊണ്ടിരുന്നു അത് വെക്കുക, തിന്ന, വിളിക്കുന്നിടത്തേക്ക് പോവാതായിരുന്നു. പക്ഷെ ഇവൻ വന്നതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ആയാൽ പറ്റില്ല എന്ന് തോന്നി. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂർ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായി മാറേണ്ട ഒരു അവസ്ഥ വന്നു. ഡെൻസി ടോണി എന്നൊരു ഐഡന്റിറ്റി വന്നത് പാച്ചു വന്നതിന് ശേഷമാണ്. അത് ശരിയാ. അപ്പൊ ഉയർച്ചയുണ്ട് കേട്ടോ. സോറി, പാച്ചുവിന്റെ ജനനത്തിന് ശേഷമാണ് ഡിംപിളിന്റെ അമ്മ എന്നുള്ളത് മാറി ടോണി ആയി. മറ്റേത് ഡിംപിളിന്റെ അമ്മയെന്ന് എല്ലാവരും വിളിക്കുക. അത് മാറി ഇപ്പൊ മമ്മിയുടെ ഡെൻസി ടോണിയുടെ മോളല്ലേ ഡിംപിൾ എന്ന് കേൾക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഡോർജറ്റൊക്കെ ഞങ്ങളൊക്കെ ഫാൻസ് വരുമ്പോ ഞങ്ങള് ചിരിക്കും. കാരണം ഞങ്ങൾക്കൊന്നും ഒരു റോൾ ഉണ്ടാവില്ല. മമ്മീനെ കാണാൻ ആൾക്കാർ വരുന്നത് ഗൾഫിൽ നിന്ന് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരിക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് വിശേഷം. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കുറെ ലവ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതാ കണ്ട പാച്ചുവിന്റെ കൈ കിടന്ന് ഉറങ്ങി. അപ്പോ ഇനി സെക്കൻഡ് പാർട്ട് വേണോ? ഇല്ല, ഇനിയിപ്പോ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്തി. ഏകദേശം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. പക്ഷെ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറെ ഇങ്ങനെ ഇഷ്ടമാണ്, ഹായ് പറയൂ എന്നൊക്കെ കൊണ്ട് ഒരുപാട്. അതുപോലെ ഡിംപിളിന്റെ എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ എല്ലാവരുടെയും ഒരു 70-75 മെസ്സേജ്. അപ്പൊ എല്ലാവരുടെയും പേര് പറയുമ്പോ അത് ഒരാളുടെ പറഞ്ഞിട്ട് അടുത്ത ആളുടെ പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പാച്ചു ഇവിടെ ഓടി നടക്കാറുണ്ട്. അപ്പൊ പകുതി കോൺസെൻട്രേഷൻ അവിടെയായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ലൈറ്റിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് സാഹചര്യങ്ങൾ അറിയാലോ. നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോ വേഗം എടുത്തതാണ്. മമ്മിക്ക് ശബ്ദം ഇപ്പൊ ശരിക്കും വന്നു. ചുമ വരുന്ന കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് തോന്നുന്നുണ്ട് ചുമ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാച്ചു തേക്കായില് കിടന്ന് ഉറങ്ങി, ബോധം ഉറങ്ങി. ബുധനാഴ്ച ബോഡി ചെക്കപ്പ് ഉണ്ട്, അതൊക്കെ കഴിയുമ്പോ കൊണ്ടുപോകണം. മമ്മിക്ക് കുറേ ദിവസങ്ങളായിട്ട് വയ്യ. ശരിക്കും ഒരാഴ്ചയിൽ മേലെയായി, തീരെ വയ്യ. എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 2 മാസം ആയിട്ടില്ല നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട്. രണ്ടാമത് നമ്മളൊരു ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ നാളെ ഓണാഘോഷം കാര്യങ്ങളൊക്കെ. അതെ, ഞങ്ങള് 3 ചേട്ടത്തിയനിയത്തിമാരും മക്കളും കൂടിയിട്ട് ഒന്നിച്ച് നാളെയാണ് ഞങ്ങളുടെ ഓണാഘോഷം. അപ്പൊ മൊത്തം ബിസിയാണ്. അപ്പൊ ഇനി ഇന്ന് എടുത്തില്ലെങ്കിൽ ഇനി ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഉള്ള സാഹചര്യത്തിൽ ഉള്ള ഫ്രെയിം വെച്ചിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത്. അറിയാം കുറെ മെസ്സി ആയിരുന്നു എന്നുള്ളത്. പക്ഷെ സോറി, ഇത്രയും നിവൃത്തിയുള്ളൂ. അപ്പൊ ഇനി ആദ്യം ഡിവൈൻ എടുക്കാന്നൊക്കെ വിചാരിച്ചു നോക്കിയപ്പോ 3 പിള്ളേരെ വെച്ചിട്ട് പറ്റില്ല. അപ്പൊ അത് ബുദ്ധിമുട്ടാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം ബ്യൂട്ടി ഒന്നും കാണാനിരിക്കുന്നവരല്ല, നമ്മൾ കാര്യങ്ങള് കേൾക്കാനിരിക്കുന്നവരാണ്. അപ്പൊ അത് ഏതൊരു ഫ്രെയിമില് ഡള്ളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അത് കേൾക്കും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഡാഡി എന്തെങ്കിലും പറ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നെ മകളുടെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, ഞങ്ങൾ പണ്ട് സീരിയലിന്റെ ഷൂട്ടിനൊക്കെ പോകുമ്പോ
ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക അതെ ഫ്രീ ടൈമിനെ. മോള് നടക്കും എനിക്ക് നടുക്കിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. ഞാൻ നടുക്കെ കല്യാണം കഴിയണ വരെ നടുക്കൊക്കെ എടുക്കൂല. അപ്പുറം ഇരിക്കുക. അതെനിക്ക് പഴയ ഓർമ്മ പോലെ ഉണ്ടാവും തോന്നുന്നു. വന്നു അതാണ് ഇങ്ങനെ ഫ്രെയിമിൽ ഞങ്ങൾ കാണുകയാണല്ലോ മുമ്പിൽ ക്യാമറയില്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാം. ഞങ്ങള് ലൊക്കേഷനിലത്തെ ഏത് ഫോട്ടോസ് നോക്കിയാലും ദേ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കാണാം. അപ്പൊ അതൊക്കെ എന്താ പറയാ, അതാ പറഞ്ഞ ഞാൻ കുറേ നല്ല ഓർമ്മകൾ. അപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എന്താണ് എന്റെ സ്വപ്നം എന്നുള്ളത്. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളു വിശേഷങ്ങള്. അപ്പൊ അതെ ഡോൺ വരാറായി, പിള്ളേഴ്സ് ഒച്ചിട്ട് തുടങ്ങി. അപ്പൊ ഇനി കൂടുതൽ നേരം ഇരുന്നാ ഉള്ളത് കൂടി ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക്